റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആക്രമണം ഇപ്പോൾ വളരെ ഭയാനകരവും വിനാശകരവുമായ രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ യുക്രൈനിലെ 16 വ്യത്യസ്ത പ്രദേശങ്ങളിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ റഷ്യ ഏകദേശം 2000-ഓളം ഡ്രോണുകളാണ് യുക്രൈന് നേരെ തൊടുത്തുവിട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1600 വ്യോമ ബോംബറുകൾ, 144 മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് യുക്രൈനിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടത്തിന് കാരണമായി എന്നാണ് നിലവിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1500-ലധികം സ്ഥലങ്ങളാണ് തകർന്നത്, നൂറുകണക്കിന് ആളുകളാണ് ഭവനരഹിതരായത് എന്നാണ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത്. ഈ ഭീകരമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ നൂറുകണക്കിന് സിവിലിയൻ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെ 1500-ലധികം സ്ഥലങ്ങൾക്ക് കനത്ത നാശനഷ്ടമാണ് വരുത്തിവെച്ചത്. സുമി ഖാർഗീവ്, ഒഡേഷ, സ്പാർഷിയ, പ്രൈവറി തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നത്. ലിവീവ് നഗരത്തിലെ മുഴുവൻ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും തകർന്നതായി ആകാശ ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നാശം ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഭവനരഹിതരാക്കുകയും അവരെ തെരുവിലിറക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. അതേസമയം അടിയന്തര സംഘങ്ങൾ അവശിഷ്ടങ്ങളിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കാൻ രാവും പകലും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്പീഡ് മിസൈൽ യുക്രൈനിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. റഷ്യൻ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടുന്നതിൽ യുക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. എന്നാൽ അതിവേഗത്തിൽ വളരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തടയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരേസമയം ധാരാളം ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചുകൊണ്ട് റഷ്യ യുക്രൈൻ്റെ സുരക്ഷാ സംവിധാനത്തെ അമിതമായി ലോഡ് ചെയ്യുകയാണ്. നഗരങ്ങളിലെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ കാരണം വൈദ്യുതി, വെള്ളം, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ തടസ്സപ്പെട്ടു. ഇത് സാധാരണ പൗരന്മാരുടെ ജീവിതം ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് യുക്രൈനിൽ നിന്ന് പുറത്തു വരുന്ന വലിയ രീതിയിലുള്ള റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ സെലൻസ്കി ഇപ്പോൾ ലോക രാജ്യങ്ങളെയെല്ലാം തന്നെ യുക്രൈനിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിച്ച് അവരോട് സഹായം അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.